2 കിലോ കാരമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു 1/2 കിലോനോളം വറക്കാം. നമുക്ക് ബാക്കിയുള്ളത് വെക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടി വന്നപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉലുവിട്ട് കൊടുക്കണം. രണ്ട് സബോള അത്യാവശ്യം വലിപ്പമുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വലിയ കുടം വെളുത്തുള്ളി, 3 പച്ചമുളക്, ഒരു കഷ്ണം അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണം ഇഞ്ചിയാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സബോള നന്നായി വഴന്ന് വരട്ടെ. അപ്പോൾ സബോള ഒന്ന് നന്നായി വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേഗമായി വന്നോളും സബോള. പിന്നെ ഇപ്പോൾ പൊടികൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഓരോ സ്പൂൺ വീതം കുരുമുളക് പൊടിയും പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. ഇപ്പോൾ സബോള ആയി വന്നപ്പോൾ 3 പച്ചമുളക് കീറിയിട്ടതും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു കുടം സബോള അത്യാവശ്യം വലുപ്പമുള്ളതാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വേപ്പിലയാണ്. വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി അതിൻ്റെ പച്ചമണം പോണ വരെ നമ്മൾ ഇളക്കി കൊടുക്കാം. സബോള അപ്പോൾ ഇപ്പോൾ സബോള ഒരു ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരു 3 തക്കാളി ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇപ്പോൾ വറുക്കാനുള്ള മീനാണ് ഞാൻ മാരിനേറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം നമുക്കത്. അപ്പോൾ നമുക്ക് ഈ ഉലുവയും അതുപോലെ പെരിഞ്ചീരകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്തിനാ ഇടണമെന്ന് വിചാരിക്കുക. അതൊക്കെ ഇടുമ്പോഴാണ് നമ്മുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. തക്കാളിയായി വന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ ഞാൻ പറഞ്ഞല്ലോ, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂണല്ല കേട്ടോ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഓരോ ചെറിയ സ്പൂൺ വീതം കുരുമുളക് പൊടി, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി. അത് ഇട്ടത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നന്നായി വഴന്ന് വന്നപ്പോൾ ഇനി നമുക്ക് കുടപ്പുളി ഒരു 2-3 എണ്ണം ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാണ്, അത് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ഒപ്പം കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ട് വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി തിളയ്ക്കാൻ വേണ്ടി നമുക്ക് അതൊന്ന് മൂടിയിട്ടിട്ട് തിളച്ച് വരട്ടെ. അത് നന്നായി തിളച്ച് അതിൻ്റെ പുളി ഇറങ്ങിയിട്ട് വേണം മീനിട്ട് കൊടുക്കാൻ. അപ്പോഴാണ് മീനിലൊക്കെ പുളി വേഗം പിടിക്കുള്ളൂ. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഈ മീൻ ഇപ്പോൾ ഒരു 1.5 കിലോ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇന്ന് മുഴുവൻ എനിക്ക് ആവശ്യമില്ല, നാളേക്കും കൂടിയുള്ളതാണ്. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ എടുത്ത് വയ്ക്കും. നാളെ കഴിക്കാനാണ് ഈ മീൻ ടേസ്റ്റ് വെച്ചിട്ട്. അപ്പോൾ അതിൽ ഉപ്പും മുളകും എല്ലാതും പിടിച്ചിട്ട് ചാറൊക്കെ നല്ല കുറുതായിട്ട് നല്ല രസമായിരിക്കും നാളെ ഈ കറി. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചതിന് ശേഷം മൂടിയിട്ട് വേവിച്ചെടുക്കാം. നല്ല കുറുതായ ചാറോടുകൂടിയ കാരക്കറി നമുക്ക് റെഡിയാക്കിയെടുക്കാം.
അപ്പോൾ ഇടനേരത്തൊക്കെ നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിക്കണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതിൽ ഉപ്പ് പാകമാണോ എന്നൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ ഞാൻ ഇടനേരത്തൊക്കെ ഇളക്കി കൊടുത്താണ് ഉപ്പൊക്കെ പാകമാണ്. ഇപ്പോൾ ചാറൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുറുതായ ചാറോട് കൂടിയ കാരക്കറി റെഡിയായി വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുക. അതാണ് അതിൻ്റെ ഏറ്റവും ടേസ്റ്റ്.